Hello, good evening. Hello. Doing very well. സോ നമ്മൾ ലാസ്റ്റ് ലൈറ്റ് ജി ബി ആണല്ലോ ഡിസ്കസ് ചെയ്തായിരുന്നത്. അതെ. സോ ലൈറ്റ് ജി ബിയും ചെയ്തായിരുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് നമ്മൾ പറഞ്ഞിരുന്ന ബൂസ്റ്റിംഗ് അൽഗോരിതംസിൽ കുറച്ച് ബൂസ്റ്റിംഗ് അൽഗോരിതംസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതിൽ വരുന്നതാണ് ഇത് ഈ അഡാ ബൂസ്റ്റ് ഇതൊക്കെ വരുന്നത്. അഡാ ബൂസ്റ്റ്, ഗ്രേഡിയൻ ഡീസെന്റ്, ഇതേപോലെ എക്സ്റ്റി ബൂസ്റ്റ് ഉണ്ട്. ദെൻ അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ഈ ലൈറ്റ് ജി പി എം എന്ന് പറയുന്നത്. Then next one is to follow the create the ചെയ്യാനുള്ള ഓക്കെ. ഓക്കെ. സോ ലൈറ്റ് ജി പി എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റിൻ്റെ ആണ്. നമ്മളിനി ചെയ്യാൻ പോകുന്നത് ഈ ആൻഡെക്സിന്റെ കാറ്റ് ബൂസ്റ്റ് എന്ന് പറയുന്നതാണ് കേട്ടോ. ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. ഇതേപോലെ വേറെയും ബൂസ്റ്റിംഗ് അൽഗോരിതംസ് ഉണ്ട്, സ്റ്റൊക്കാസ്റ്റിക് ഗ്രേഡിയന്റ് ഡീസെന്റ് ഉണ്ട്, അങ്ങനെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട്. നമ്മൾ ഒരു മൂന്നാലഞ്ചെണ്ണമാണ് നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് കേട്ടോ. ഡാറ്റ ഒക്കെ ഉണ്ട്. ഓക്കെ, ഫോൾഡറിൻ്റെ ഉള്ളിലേക്ക് പോകുന്നുണ്ട്. സോ പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം. ഇത് ഞാൻ ക്ലോസ് ചെയ്യുവാണ് കേട്ടോ. സോ ഫയൽ നെയിം ചേഞ്ച് ആക്കാം. നമ്മൾ ഇൻബിൽഡ് ഡാറ്റ സെറ്റ് ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. സോ ഒരു കാലിഫോർണിയ ഹൗസിംഗ് ഡാറ്റയാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. സോ ഹൗസിംഗ് ഡാറ്റ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ സേവ് ചെയ്യുന്നത്. ഹൗസിംഗ് ഡാറ്റ. ഓക്കെ, റീനെയിം ചെയ്യുന്നുണ്ട്. ദെൻ എന്ത് ചെയ്യാം, നമുക്ക് ഫസ്റ്റ് ആണ് ഇമ്പോർട്ട്സ് ഫസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാം. സോ ഇമ്പോർട്ട് ഇത് കൊടുക്കുക, പാണ്ടാസ് ആസ് പി ഡി കൊടുക്കുക, ഇമ്പോർട്ട് numpy as np കൊടുക്കുന്നുണ്ട്. ദെൻ ഇമ്പോർട്ട് വിഷ്വലൈസേഷൻ ലൈബ്രറീസ് matplotlib ഡോട്ട് pipeload as plt കൊടുക്കുക. അതേപോലെ ഇമ്പോർട്ട് cbon as sns കൊടുത്തിട്ടുണ്ട്. ദെൻ അത് കഴിഞ്ഞാൽ നമ്മൾ ബിൽറ്റ് ഇൻ SQL-ലുള്ള ഡാറ്റാ സെറ്റ് ആണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. സോ അത് വേണ്ടിയിട്ട് ഫ്രം sklearn ഡോട്ട് ഡാറ്റാ സെറ്റ്സ് ഇമ്പോർട്ട് കൊടുക്കുക, fetch കാലിഫോർണിയ അണ്ടർസ്കോർ ഹൗസിംഗ് കൊടുക്കുന്നുണ്ട്. സോ ആ ഒരു ഡാറ്റ സെറ്റിനെ നമ്മൾ അവിടെ ഫെച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഫെച്ച് കാലിഫോർണിയ ഹൗസിംഗ്, അതാണ് ആ ഒരു ഡാറ്റ സെറ്റിന്റെ നെയിം. ഇനി നെക്സ്റ്റ് എന്ത് കൊടുക്കുക, ഫ്രം sklearn ഡോട്ട് മോഡൽ സെലക്ഷൻ കൊടുക്കുന്നുണ്ട്, ഇമ്പോർട്ട് കൊടുക്കുക ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ്
ട്രെയിൻ ടെസ്റ്റ് സ്പിരിറ്റ് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ സ്റ്റാൻഡേർഡ് സ്കെയിലർ വേണ്ടുന്ന സിറ്റുവേഷനിൽ സ്റ്റാൻഡേർഡ് സ്കെയിലർ യൂസ് ചെയ്യാം. സോ ഫ്രം സ്കെയിലർ ഡോട്ട് പ്രീ പ്രോസസ്സിംഗ് ഇമ്പോർട്ട് കൊടുക്കാം സ്റ്റാൻഡേർഡ് സ്കെയിലർ. ഓക്കെ, സോ നമുക്ക് വേണ്ടുന്ന ഇമ്പോർട്ട്സ് ഒക്കെ നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇതൊന്ന് ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കാം കേട്ടോ. സിമ്പിൾ സ്റ്റെപ്സിലാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അല്ലാണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഡാറ്റ സെറ്റ് പുറത്തുനിന്ന് ലോഡ് ചെയ്യാതെ ബിൽറ്റ് ഇൻ ആയിട്ടുള്ള SQL-ലുള്ള ഒരു ഡാറ്റ സെറ്റ് തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. സോ കാലിഫോർണിയ ഡാറ്റേനെ നമുക്ക് ഇനി എടുക്കാം. സോ അതിന് വേണ്ടിയിട്ട് ഡാറ്റ ഫ്രെയിമിന്റെ നെയിം കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ഡാറ്റ സെറ്റിനെ ലോഡ് ചെയ്യണം. സോ ഫെച്ച് കൊടുക്കുക കാലിഫോർണിയ അണ്ടർസ്കോർ ഹൗസിംഗ് കൊടുക്കുന്നുണ്ട്. ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് ആസ് അണ്ടർസ്കോർ ഫ്രെയിം കൊടുത്തിട്ടുണ്ട്. ഈക്വൽസ് 2 കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതേപോലെ ഫുൾ ഡാറ്റ സെറ്റിന് പാണ്ടാസ് ഡാറ്റ ഫ്രെയിം ആക്കാൻ വേണ്ടിയിട്ട് എന്ത് കൊടുക്കുന്നുണ്ട്, DF. പിന്നീട് നമ്മൾ കംപ്ലീറ്റ്ലി എന്തായിരിക്കും, DF ആയിരിക്കും യൂസ് ചെയ്യുന്നത് കേട്ടോ. സോ ഡാറ്റ ഡോട്ട് കൊടുക്കുക ഫ്രെയിം കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് തന്നെ നമ്മൾ ഫസ്റ്റ് ലൈനിൽ നമ്മൾ ഡാറ്റ സെറ്റിനെ ലോഡ് ചെയ്യുവാണ് ചെയ്തത്. ദെൻ അതിന് ശേഷം ഫുൾ ഡാറ്റ സെറ്റ് പാണ്ടാസിൽ കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു പാണ്ടാസ് ഡാറ്റ ഫ്രെയിം ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്രെയിം എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത് കേട്ടോ ഇവിടെ. സോ ഇനി വേണമെങ്കിൽ നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. നെക്സ്റ്റ് സെല്ലിൽ എന്ത് കൊടുക്കാം, DF ഒക്കെ ഒന്ന് പ്രിന്റ് ചെയ്യിപ്പിച്ച് നോക്കാം. ഇത് ഹെഡും ടെയിലൊക്കെ കൊടുക്കൂലേ, അതൊന്ന് ചെയ്ത് നോക്കാം. DF ഡോട്ട് ഹെഡ് കൊടുക്കുക, റൺ ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ വരുന്നുണ്ട്. അതേപോലെ ഡാറ്റ ഫ്രെയിമിന്റെ ഇൻഫോ ചെക്ക് ചെയ്ത് നോക്കാം. സോ ഇതിന് വേണ്ടിയിട്ട് DF ഡോട്ട് ഇൻഫോ പ്രിന്റ് ആയിട്ട് വേണ്ട, നമുക്ക് കുറച്ചും കൂടി വൃത്തിക്ക് ടാബുലർ സ്ട്രക്ചർ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ കൊടുത്താലും മതി. ഓക്കെ, സോ ആ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇൻഫോ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ചെക്ക് ചെയ്ത് നോക്കാം. ഇതെല്ലാം ഫ്ലോട്ടിംഗ് ടൈപ്പ് ആയിട്ടാണ് വരുന്നത്. ദെൻ നമുക്ക് ഡിസ്ക്രൈബും കൂടി ചെക്ക് ചെയ്ത് നോക്കാം. ഡാറ്റ ഡോട്ട് ഡിസ്ക്രൈബ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് റൺ ചെയ്യാം. ഓക്കെ, സോ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇവിടെ വരുന്നുണ്ട്. ന്യൂമറിക്കൽ കോളംസ് ആണ് എൻറ്റയർലി വരുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള EDA കിടക്കാം. അതായത് നമ്മൾ മിസ്സിംഗ് വാല്യൂസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ പോവുകയാണ്. DF ഡോട്ട് ഇത് കൊടുക്കുക ഈസ് നൾ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് ഡോട്ട് സം കൊടുക്കുക. ദെൻ റൺ ചെയ്ത് നോക്കാം. നൾ വാല്യൂസ് ഒന്നുമില്ല. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഷേപ്പും ഡാറ്റ ടൈപ്പും വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യാം. DF ഡോട്ട് ഷേപ്പ് കൊടുക്കുന്നുണ്ട്. 20,640 റോസും 9 കോളംസും ആണ് വരുന്നത്. DF ഡോട്ട് ഡി ടൈപ്സ് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം, ഡാറ്റ ടൈപ്സ് അറിയാൻ വേണ്ടിയിട്ട്. സോ അതിൽ ടോട്ടൽ ഇപ്പം നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾ വെച്ചാൽ ഒരെണ്ണം ടാർജറ്റും ബാക്കി 8 ഫീച്ചേഴ്സും ആണ് വരുന്നത്. ഇനി സമ്മറി സ്റ്റാറ്റിസ്റ്റിക്സിന് വേണമെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്താൽ മതി, ഡിസ്ക്രൈബ് കൊടുക്കുക കേട്ടോ. DF ഡോട്ട് ഇത് കൊടുക്കുക, ഡിസ്ക്രൈബ് ഫംഗ്ഷൻ യൂസ് ചെയ്താൽ നമുക്ക് സമ്മറി സ്റ്റാറ്റിസ്റ്റിക്സും കാര്യങ്ങളൊക്കെ കിട്ടും. ഇനി നമുക്ക് ടാർജറ്റ് ഡിസ്ട്രിബ്യൂഷൻ വേണ്ടി, അതായത് ഇതിൽ നമ്മുടെ ടാർജറ്റ് കോൾ ഏതായിരിക്കും, ഹൗസിംഗ്, അതായത് കാലിഫോർണിയ ഹൗസിംഗ് ഡാറ്റയാണ്. അതായത് കാലിഫോർണിയൻ്റെ ഹൗസിൻ്റെ ആ ഒരു വാല്യൂ ആണ് വരുന്നത്. സോ ഇവിടുത്തെ നമ്മുടെ ടാർജറ്റ് കോൾ എന്ന് പറയുന്നത് ഈ മിഡ് ഹൗസ് വാല്യൂ ആണ്. അതായത് ആ ഒരു വീടിൻ്റെ വില, ആ ഒരു കറസ്പോണ്ടിങ് ഫീച്ചേഴ്സ് വെച്ചിട്ടുള്ള ആ ഒരു വീടിൻ്റെ വിലയാണ് നമ്മുടെ വരുന്നത്. ഈ ഒരു കോളം, ലാസ്റ്റ് കോളമാണ് നമ്മുടെ ടാർജറ്റ് കോളം വരുന്നത്. സോ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം വിഷ്വലി. സോ അതിന് വേണ്ടിയിട്ട് എന്ത് കൊടുക്കുന്നുണ്ട്, PLT ഡോട്ട് ഫിഗർ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കുക, ഫിക്സ് സൈസ് ഈക്വൽസ് റൗണ്ട് ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ 6,4 കൊടുക്കുന്നുണ്ട്. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം SNS ഡോട്ട് ഹിസ്റ്റ് പ്ലോട്ട് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ DF ദെൻ സ്ക്വയർ ബ്രാക്കറ്റ് സിംഗിൾ കോച്ചിൽ നമ്മുടെ കോളം നെയിം കൊടുക്കുക. അതായത് മിഡ് ഹൗസ് വാൽ, കോളം നെയിം കറക്റ്റ് അല്ലെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ കോപ്പി പേസ്റ്റ് ചെയ്താലും മതി കേട്ടോ. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം കോമ ബിൻസ് ഈക്വൽസ് 50 കൊടുക്കുക. ദെൻ KD വേണമെങ്കിൽ അത് 2 കൊടുക്കുക കേട്ടോ. KD ഈക്വൽസ് കൊടുക്കുന്നുണ്ട്
ടു കൊടുക്കുന്നുണ്ട്. കമ്പൽസറി അല്ല, ആ ഒരു ലൈൻ വേണമെങ്കിൽ മാത്രം കൊടുത്താൽ മതി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒരു ടൈറ്റിലും കൂടി ആഡ് ചെയ്യാം. സോ PLT ഡോട്ട് കൊടുക്കുക, ടൈറ്റിൽ കൊടുക്കുക, ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ കോഴ്സിൽ എന്ത് കൊടുക്കുക, ടാർജറ്റ് ഡിസ്ട്രിബ്യൂഷൻ മീഡിയൻ ഹൗസ് വാല്യൂ കൊടുത്തിട്ടുണ്ട്. സോ ടൈറ്റിലിൻ്റെ ഇവിടെ ഒരു W ആഡ് ആയിട്ടുണ്ട്, കളയാം. ഓക്കെ, സോ ടൈറ്റിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. PLT ഡോട്ട് ഷോ വേണമെങ്കിൽ ആഡ് ചെയ്യാം, വേണ്ടെങ്കിൽ ആഡ് ചെയ്യാം. ഓക്കെ, കമ്പൽസറി അല്ല. സോ നമുക്ക് ആ ഒരു ടാർഗറ്റ് കോളത്തിൻ്റെ വാല്യൂസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്നുള്ള ഒരു ഗ്രാഫ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ വാരി ചെയ്തുകൊണ്ടിരിക്കണം. 5 എന്ന് പറയുന്ന വാല്യൂ കൂടുതലായിട്ട് വരുന്നുണ്ട്, നമുക്ക് നോക്കാം. ഇനി നമുക്ക് നെക്സ്റ്റ് എന്ത് ചെയ്യാം, കോറിലേഷൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ അതിന് വേണ്ടിയിട്ട് PLT ഡോട്ട് ഫിഗർ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കാം, ഫിഗ് സൈസ് ഈക്വൽസ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ 10,6 കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ലൈനിൽ എന്ത് കൊടുക്കാം, SNS ഡോട്ട് ഹീറ്റ് മാപ്പ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കുക, DF ഡോട്ട് കോർ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് കോമ നോട്ട് ഈക്വൽസ് കൊടുക്കുക, ട്രൂ കൊടുക്കുക, കോമ C map ഈക്വൽസ് കൂൾ വാം കൊടുക്കുക, കോമ FMT ഈക്വൽസ് 0.2F ഒരു വാല്യൂസ് അനുസരിച്ചിട്ട് നമ്മൾ ഇട്ട് കൊടുക്കാം. നെക്സ്റ്റ് ഒരു ടൈറ്റിലും കൂടി ആഡ് ചെയ്യാം. PLT ഡോട്ട് ടൈറ്റിൽ കൊടുക്കുന്നുണ്ട്, ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ either സിംഗിൾ കോട്ട്സ് ഡബിൾ കോട്ട്സ് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഓക്കെ, correlation matrix. ഓക്കെ, ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് കോറിലേഷൻ നോക്കുമ്പോൾ ഓക്കെ മിഡ് ഹൗസ് വാല്യൂവും അതേപോലെ മിഡ് ഹൗസ് ഇൻകവും തമ്മിൽ 0.69 കൂടുതൽ കോറിലേഷൻസ് അവിടെ വരുന്നുണ്ട്. അതായത് നമ്മുടെ ടാർജറ്റ് കോളോ അതേപോലെ എന്താണ് നമ്മുടെ ഫീച്ചറിൽ ഒരു കോളും നമ്മൾ കൂടുതൽ കോറിലേഷൻ വരുന്നുണ്ട്. പിന്നെ വരുന്നത് 0.33 വരുന്നുണ്ട് ആവറേജ് റൂംസിൽ. ബാക്കിയെല്ലാം കുറവാണ് കോറിലേഷൻസ് വരുന്നത്. കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ഈ രണ്ട് കോളംസിക്ക് വരുന്നുണ്ട്. നമ്മുടെ ടാർജറ്റ് കോളം കൂടുതലും ആ കോളത്തിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കും. സോ അത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഓരോ കോളംസ് തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണെന്നൊക്കെ നമുക്ക് ഈ ഒരു ഗ്രാഫിൽ നിന്ന് നമുക്ക് റെക്കഗ്നൈസ് ചെയ്തെടുക്കാൻ പറ്റും. സോ നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഒരു പെയർ പ്ലോട്ടും കൂടി ഒന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കാം. സോ SNS ഡോട്ട് ഇത് കൊടുക്കുന്നുണ്ട്, പെയർ പ്ലോട്ട് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിലായിട്ട് സ്പെസിഫിക് കോളംസ് ഡിഫൈൻ ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് DF ഡോട്ട് കോളം നെയിംസ് എടുക്കുന്നുണ്ട്. കോളംസ് എന്താണെന്ന് ചെയ്യാം, ഇവിടെ ഡാറ്റ ഫ്രെയിമിൻ്റെ നെയിം ഡബിൾ സ്ക്വയർ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിലായിട്ട് ഇത് കൊടുക്കുക, മിഡ് ഇൻകം അതേപോലെ ആവറേജ് ഹൗസ് ഏജ് വേണം, ആവറേജ് റൂംസ്. ദെൻ നമ്മൾ ടാർജറ്റ് കോളംസ് ആണ് എടുക്കുന്നത് കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ്. അത് കൂടി 4 കോളംസേ നമ്മൾ എടുക്കുന്നുള്ളൂ. അത് വെച്ചിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മുടെ പേസ്റ്റ് ചെയ്യുന്നുണ്ട്. കോമ മിഡ് ഹൗസ് വാല്യൂ നമ്മുടെ ടാർജറ്റ് കോളം കൂടി കോപ്പി ചെയ്യുന്നുണ്ട്, പേസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ മിഡ് ഇൻകം, ആവറേജ് റൂംസ് അതേപോലെ ഹൗസ് ഏജ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ വിഷ്വലൈസ് ചെയ്യാൻ കൊടുക്കുന്നത്. കോമ ഇതും കൂടി കൊടുക്കുക. ഓക്കെ, ഡയഗ്രാം കൈൻഡ് ഏത് വേണമെന്നുള്ളത് വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ KD തന്നെയാണ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു പെയർ പ്ലോട്ടാണ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം ഔട്ട്കം എങ്ങനെയാണ് വരുന്നതെന്നുള്ളത്.
Okay. Usage. ഹൗസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഡാറ്റാസ് എങ്ങനെയാണെന്നൊക്കെ. ഇനി നമുക്ക് നമ്മുടെ പ്രീ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യാം. സോ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യുവാണ്, പ്രീ പ്രോസസ്സിംഗ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഫീച്ചേഴ്സും ടാർജറ്റ്സും നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാനുണ്ട്. സോ അതാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. എക്സ് ഈക്വൽസ് കൊടുക്കുക, ഡി എഫ് ഡോട്ട് ഡ്രോപ്പ് കൊടുക്കുക, ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ കോഡ്സിൽ ആ ഒരു കോളം നെയിം സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ അത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക, കോമ ആക്സിസ് ഈക്വൽ 1 കൊടുക്കുന്നുണ്ട്. സെയിം വേ വൈ ഈക്വൽസ് ഡി എഫ് സ്ക്വയർ ബ്രാക്കറ്റ്സ് കോഡ്സിൽ പേസ്റ്റ് ചെയ്യാം. സിംഗിൾ കോഡ്സ് അല്ല ഡബിൾ കോഡ്സ് ആണ് കൊടുക്കുന്നത്. സിംഗിൾ കോഡ്സ് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഞാൻ ജസ്റ്റ് അത് അങ്ങനെ കൊടുത്തു എന്ന് മാത്രം. റൺ ചെയ്യുക. സോ എക്സും വൈയും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ് കൊടുക്കാം. ഓക്കെ, സോ എക്സ് ട്രെയിൻ കോമ എക്സ് ടെസ്റ്റ് കോമ വൈ ട്രെയിൻ കോമ വൈ ടെസ്റ്റ് ഈക്വൽസ് കൊടുക്കുക, ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ് കൊടുക്കുക. ദെൻ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിലായിട്ട് എക്സ് കോമ വൈ കോമ ടെസ്റ്റ് സൈസ് ഈക്വൽസ് 0.2 കോമ റാൻഡം സ്ട്രീറ്റ് ഈക്വൽസ് 42. സോ ട്രെയിൻ ടെസ്റ്റ് സെറ്റ് കൊടുത്തിട്ടുണ്ട്, റാൻഡം സ്ട്രീറ്റ് സ്പെസിഫൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ദെൻ റൺ ചെയ്യാം. സോ ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ് കഴിഞ്ഞ സ്ഥിതിക്ക് നെക്സ്റ്റ് നമുക്ക് ഇവിടെ ഫീച്ചർ സ്കെയിലിങ് കാറ്റ് ബൂസ്റ്റിൽ അത്ര ആവശ്യമില്ല, നമുക്ക് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം കേട്ടോ. സോ നമ്മൾ ജസ്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. കൊടുക്കുക സ്കെയിലർ ഈക്വൽസ് കൊടുക്കുക, സ്റ്റാൻഡേർഡ് സ്കെയിലർ കൊടുക്കാം, സ്റ്റാൻഡേർഡ് സ്കെയിലർ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് നെക്സ്റ്റ് ലൈനിൽ x train underscore scaled function equals scalar dot fit transform കൊടുക്കുക, ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിലായിട്ട് കൊടുക്കുക, എക്സ് ട്രെയിൻ കൊടുക്കുന്നുണ്ട്. അതേപോലെ എക്സ് ടെസ്റ്റ് അണ്ടർസ്കോർ സ്കെയിൽഡ് ഈക്വൽസ് കൊടുക്കുക, സ്കെയിലർ ഡോട്ട് ട്രാൻസ്ഫോം കൊടുക്കുന്നുണ്ട്. ദെൻ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിലായിട്ട് എക്സ് ടെസ്റ്റും കൊടുത്തിട്ടുണ്ട്. ദെൻ റൺ ചെയ്യാം. ഇനി നമുക്ക് ഇതിൻ്റെ മോഡൽ ട്രെയിനിങ് കിടക്കുവാണ്. നമ്മൾ സ്റ്റാൻഡേർഡ് സ്കെയിലർ യൂസ് ചെയ്തിട്ടുണ്ട്, നമ്മൾ നേരത്തെ ഇമ്പോർട്ട് ചെയ്തിരുന്നു. നമുക്ക് എന്താണ്, നമ്മൾ കാറ്റ് ബൂസ്റ്റ് റിഗ്രസ്, ഇവിടെ നമ്മൾ റിഗ്രഷൻ ഡാറ്റ സെറ്റ് ആണല്ലോ, ഹൗസ് പ്രൈസ് അല്ലേ, സോ റിഗ്രഷൻ ഡാറ്റ സെറ്റ് ആണ്. സോ അതിൻ്റെ ഇമ്പോർട്ട്സ് ആണ് നമ്മൾ ചെയ്തത്. ഒരു കാര്യം കൂടി നമ്മൾ ഇമ്പോർട്ട് ചെയ്യാൻ മറന്നുപോയി, എക്സലിൽ കൊടുക്കുന്നുണ്ട്, ഫ്രം കാറ്റ് ബൂസ്റ്റ് ഇമ്പോർട്ട് കാറ്റ് ബൂസ്റ്റ് റിഗ്രസ് കൊടുക്കുക, റൺ ചെയ്യാം. കാറ്റ് ബൂസ്റ്റ് എന്ന് പറയുന്ന മൊഡ്യൂൾ ഇല്ലാന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. ഇൻസ്റ്റാൾ കാറ്റ് ബൂസ്റ്റ് കൊടുക്കുക, റൺ ചെയ്യാം. കുറച്ച് ടൈം എടുക്കും ഇൻസ്റ്റാളേഷന്. ഓക്കെ,
സോ കാറ്റ് ബൂസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ കാറ്റഗറിക്കൽ ഡാറ്റേനെ ഓട്ടോമാറ്റിക്കലി ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒത്തിരി കാറ്റഗറിക്കൽ ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ കാറ്റ് ബൂസ്റ്റ് എന്ന് പറയുന്ന അൽഗോരിതം യൂസ് ചെയ്യുന്നത്. സോ ഓരോ അൽഗോരിതംസും നമ്മൾ ബൂസ്റ്റിംഗ് അൽഗോരിതംസ് ആയിക്കോട്ടെ, ഏത് അൽഗോരിതംസ് ആയിക്കോട്ടെ, അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് ഓരോ റീസൺസ് ഉണ്ട് കേട്ടോ. സോ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത് അഡാബ് ബൂസ്റ്റ് ആയിരുന്നു. അഡാബ് ബൂസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? പോപ്പുലർ ബൂസ്റ്റിംഗ് മെത്തേഡാണ്. 1996 തൊട്ടേ യൂസ് ചെയ്യുന്നതാണ്. അത് എല്ലാ ഡാറ്റ പോയിന്റ്സിനും എന്താണ് ഈക്വൽ വെയ്റ്റ്സ് ഉള്ള ഡാറ്റയൊക്കെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യും. സോ ഓരോ ട്രീയിലും എന്താണ് വെയ്റ്റ്സ് ഇൻക്രീസ് ചെയ്തിട്ട് എന്താ പറയുക, മിസ്ക്ലാസിഫൈഡ് പോയിന്റ്സ് ഒക്കെ ആണെങ്കിൽ ആ വെയ്റ്റ്സ് ഇൻക്രീസ് ചെയ്ത് അതിനെ ഒരേപോലെ ആക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നെക്സ്റ്റ് ട്രീ അത് ഫോക്കസ് ചെയ്തിട്ടായിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഓരോന്നും അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടാണ്. അതേപോലെ ഫൈനൽ പ്രിഡിക്ഷൻ എന്ന് പറയുന്നത് വെയ്റ്റഡ് മെജോറിറ്റി, അതായത് എന്താണ് ക്ലാസിഫിക്കേഷൻ ആണെങ്കിൽ എല്ലാത്തിൻ്റെയും കൂടെ ഔട്ട്കം നോക്കിയിട്ട് അതിൽ ഏറ്റവും റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഔട്ട്കം ആയിരിക്കും എടുക്കുന്നത്. റിഗ്രഷൻ ആണെങ്കിൽ വെയ്റ്റഡ് ആവറേജ് ആയിരിക്കും എടുക്കുന്നത്. അതായത് 10 ഡിസിഷൻ ട്രീ ഉണ്ടെങ്കിൽ അതിൻ്റെ എല്ലാത്തിൻ്റെയും ആവറേജ് ആയിരിക്കും നമ്മുടെ ഔട്ട്പുട്ട് വരുന്നത്. സോ ചെറിയൊരു ഡാറ്റ സെറ്റ് അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള ഡാറ്റ സെറ്റിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് യൂസ് ചെയ്യാം? അഡാബ് ബൂസ്റ്റ് യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ ഗ്രേഡിയൻ ബൂസ്റ്റിംഗ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഓക്കെ, ഗ്രേഡിയൻ ബൂസ്റ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ അഡാബ് ബൂസ്റ്റിനേക്കാളും കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രേഡിയൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ ഓരോ പുതിയ ട്രീയിലും എന്താണ് വെൽ ട്രെയിൻഡ് ആണെന്നൊക്കെ പറയില്ലേ നമ്മൾ, പ്രിഡിക്ഷൻസ് റിസൈഡൽ എറേഴ്സ് വെച്ചിട്ട്, അതായത് ആക്ച്വൽ വാല്യൂവിൻ്റെയും പ്രിഡിക്റ്റഡ് വാല്യൂവിൻ്റെയും ആ ഒരു ഡിഫറൻസ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് ഓരോ പുതിയ പുതിയ ട്രീസും നമ്മൾ എടുക്കുന്നത്. സോ ആ ഒരു എറർ അല്ലെങ്കിൽ റിസൈഡൽ എറേഴ്സ് കുറച്ചിട്ടുള്ള ഡാറ്റ ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. അഡാബ് ബൂസ്റ്റിനേക്കാളും കുറേ കൂടി ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഡാറ്റയാണ് ഇത് വരുന്നത്, ഗ്രേഡിയൻ ബൂസ്റ്റിങ്ങിൽ വരുന്നത്. ബേസിക് ആയിട്ട് നമ്മൾ എക്സ്റ്റി ബൂസ്റ്റ്, ലൈറ്റ് GBM, അതേപോലെ തന്നെ കാറ്റ് ബൂസ്റ്റ് ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. ദെൻ XD ബൂസ്റ്റ് ആയിരുന്നു പറഞ്ഞത്, എക്സ്ട്രീം ഗ്രേഡിയൻ ബൂസ്റ്റിംഗ് ആയിരുന്നു. അതായത് ഒപ്റ്റിമൈസേഷൻ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ റെഗുലറൈസേഷൻ, ഓവർ ഫിറ്റിംഗ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഗുലറൈസേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ഇതൊരു പാരലൈസേഷൻ എന്നൊക്കെ പറയില്ലേ, നമ്മുടെ വാനില GBM അങ്ങനെ പല വെറൈറ്റീസ് ഉണ്ട്. സോ അതിനേക്കാളും കുറച്ചും കൂടി ഫാസ്റ്റർ ആണ് XD ബൂസ്റ്റ് വരുന്നത്. കാഗിൾ കോമ്പറ്റീഷൻസ്, കാഗിൾ ഡാറ്റ സെറ്റിൽ നോക്കിയാൽ ഒത്തിരി പ്രിഡിക്ഷൻസും കാര്യങ്ങളൊക്കെ കാണാം. അതിൽ ഒത്തിരി പോപ്പുലർ ആയിട്ടുള്ള ഒരു ബൂസ്റ്റിംഗ് അൽഗോരിതം ആണ് XD ബൂസ്റ്റ് എന്ന് പറയുന്നത്. വലിയ ഡാറ്റ സെറ്റിനെയൊക്കെ നല്ലപോലെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് XD ബൂസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത ലൈറ്റ് GBM ആണെങ്കിൽ എന്താണ് XD ബൂസ്റ്റിനേക്കാളും കുറച്ചും കൂടി ഫാസ്റ്റർ ആണ്. സോ വലിയ ലാർജ് ഡാറ്റ സെറ്റ് ഒക്കെ ഹാൻഡിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലൈറ്റ് GBM വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഒരു ഹിസ്റ്റോഗ്രാം ബേസ്ഡ് സ്പ്ലിറ്റിംഗ് ആണ് അവിടെ നടക്കുന്നത്, അതായത് ബിൻസ് വാല്യൂസ് എന്ന് പറയില്ലേ, സോർട്ടിങ്ങിന് പകരം ആ ഒരു സ്പ്ലിറ്റിംഗ് ആണ് അവിടെ കൺസിഡർ ചെയ്യുന്നത്. ദെൻ ഇവിടെ ട്രീസ് ലൈക്ക് ലീഫ് വൈസ് എന്നൊക്കെ പറയും. സോ അതിനെ ഗ്രോ ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ഒരു ട്രീനെ ക്രിയേറ്റ് ചെയ്യുന്നത് ലീഫ് വൈസ് ആണ് അതിൽ വരുന്നത്. കുറച്ചും കൂടി എഫിഷ്യൻ്റ് ആയിട്ടുള്ള ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കൂടുതലും സപ്പോർട്ട് ചെയ്യുന്നത് കാറ്റഗോറിക്കൽ ഫീച്ചേഴ്സിനെയാണ് ഡയറക്റ്റ്ലി സപ്പോർട്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഹൈ ഡയമെൻഷണൽ ഡാറ്റയൊക്കെയാണ് ഹാൻഡിൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നല്ലപോലെ നമുക്ക് ലൈറ്റ് GBM യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. സോ മൈക്രോസോഫ്റ്റിൻ്റെ ആണ് കേട്ടോ ലൈറ്റ് GBM എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമ്മളിപ്പോൾ കറൻ്റ്ലി ചെയ്യുന്നത് യാൻഡെക്സ് എന്ന് പറയുന്ന കമ്പനീൻ്റെ ആണ്, അതായത് കാറ്റ് ബൂസ്റ്റ് എന്ന് പറയും. ഡാറ്റ സെറ്റ്സ് കുറേ കാറ്റഗോറിക്കൽ ഫീച്ചേഴ്സ് ഉള്ള ഡാറ്റ സെറ്റ്സിനാണ് അത് മോസ്റ്റ്ലി യൂസ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് സ്പെസിഫിക്കലി ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. റിഗ്രസറിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ ഇവിടെ എന്താ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ കാറ്റഗറീസിനെ ഓട്ടോമാറ്റിക്കലി ഒരു വൺ ഹോട്ട് എൻകോഡിങ്ങിന്റെ ആവശ്യമില്ലാതെ തന്നെ എന്ത് ചെയ്യും, ആ ഒരു കാറ്റഗറീസിനെ ഹാൻഡിൽ ചെയ്യുവാണ് ചെയ്യുന്നത്, ഓട്ടോമാറ്റിക്കലി ഹാൻഡിൽ ചെയ്തോളൂ. ഒത്തിരി ടെക്സ്റ്റ് ടൈപ്പ് അല്ലെങ്കിൽ കാറ്റഗറിക്കൽ വേരിയബിൾസ് ഒക്കെ ഉള്ള ഡാറ്റ സെറ്റ് ആണെങ്കിൽ അതിന് സ്യൂട്ടബിൾ ആണ് ഇത് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാറ്റ് ബൂസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു അൽഗോരിതം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ബാക്കി സ്റ്റെപ്പ് ചെയ്യാം. സോ നമ്മൾ സ്റ്റാൻഡേർഡ് സ്കെയിലിംഗ് വരെ എത്തിയിട്ടുണ്ടായിരുന്നു അല്ലേ. ദെൻ നമുക്ക് എന്ത് ചെയ്യാം, മോഡൽ ക്രിയേറ്റ് ചെയ്യാം. മോഡൽ ഈക്വൽസ് എന്ന് കൊടുക്കാം നമ്മൾ അൽഗോരിതത്തിന്റെ പേര് കാറ്റ് ബൂസ്റ്റ് എന്ന് കൊടുക്കുക. റിഗ്രഷൻ ഡാറ്റ സെറ്റ് ആയതുകൊണ്ടാണ് റിഗ്രസർ യൂസ് ചെയ്യുന്നത്. ക്ലാസിഫിക്കേഷൻ ഡാറ്റ സെറ്റ് ആണെങ്കിൽ എന്താവും, അത് ക്ലാസിഫിക്കേഷൻ ആവും കേട്ടോ. സോ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൊടുക്കാനുണ്ട്. ഫസ്റ്റ് പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്
ഐട്രേഷൻസ് ആണ്, അതായത് എത്ര ട്രീസ് വേണം എന്നുള്ളതാണ് ഈ ഐട്രേഷൻസിൽ നമ്മൾ ഡിഫറെൻറ്റ് ചെയ്യുന്നത്. നമ്പർ ഓഫ് ട്രീസ് എത്ര എണ്ണം വേണം എന്നുള്ളതാണ് കൊടുക്കുന്നത്. ഒരു 500 കൊടുത്തിട്ടുണ്ട്, കോമ. ദെൻ ലേണിംഗ് റേറ്റ്, അതായത് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എത്ര സൈസ് വേണം എന്നുള്ളതാണ്. സോ ലേണിംഗ് അണ്ടർസ്കോർ സ്റ്റേറ്റ് കൊടുക്കുന്നു, സോറി സ്റ്റേറ്റ് അല്ല റേറ്റ്. ലേണിംഗ് റേറ്റ് ഈക്വൽസ് 0.1 ആണ് കൊടുക്കുന്നത്. ദെൻ അതേപോലെ തന്നെ ഡെപ്ത്, ആ ഒരു ട്രീന്റെ ഡെപ്ത് എത്ര വേണം എന്നുള്ളത് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഞാൻ ഇപ്പോൾ 6 ആണ് കൊടുക്കുന്നത് കേട്ടോ. ട്രീ ഡെപ്ത് 6 കൊടുത്തിട്ടുണ്ട്. ഇനി ലോസ് ഫംഗ്ഷൻ, ലോസ് അണ്ടർസ്കോർ ഫംഗ്ഷൻ, അത് RMSE ആണ് കൊടുക്കുന്നത്, റൂട്ട് ഓഫ് മീൻ സ്ക്വയർഡ് എറർ. ഓക്കെ, സോ ലോസ് ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി വെർബോസ്, അതായത് പ്രിന്റ് പ്രോഗ്രസ്, നമുക്ക് ഓരോ 100 റൗണ്ട്സ് ചെയ്യുമ്പോഴും പ്രോഗ്രസ് നമുക്ക് വേണമല്ലോ. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വെർബോസ് കൊടുക്കുന്നത്. സോ വെർബോസ് ഈക്വൽസ് 100 കൊടുക്കുന്നുണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മോഡലിൽ കൊടുക്കുന്നത്. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യണം, നമുക്ക് ഫിറ്റ് ചെയ്യണം അല്ലേ. സോ അതും കൂടി ആഡ് ചെയ്യാം. മോഡൽ ഡോട്ട് ഫിറ്റ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കാം, എക്സ് ട്രെയിൻ കോമ വൈ ട്രെയിൻ കോമ വാലുവേഷൻ സെറ്റ് വേണമെങ്കിൽ അത് ആഡ് ചെയ്യാം. സോ നമ്മളിപ്പോൾ കൊടുക്കുന്നുണ്ട് ഈക്വൽസ് ബ്രാക്കറ്റിൽ എന്ത് കൊടുക്കുന്നുണ്ട്, എക്സ് ടെസ്റ്റ് കോമ വൈ ടെസ്റ്റ്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. സോ ഓരോ ലേണിംഗ് റേറ്റും ഓരോ 100 ട്രീസ് കഴിയുമ്പോഴേ നമുക്ക് അവിടെ ലേണിംഗ് റേറ്റ് ചേഞ്ച് ആവുന്നത് നമുക്ക് അവിടെ കാണാൻ പറ്റും. അതേപോലെ തന്നെ അതിന്റെ ബെസ്റ്റ് വാല്യൂ അതൊക്കെ ഏതാണെന്നൊക്കെ നമുക്ക് അവിടെ കിട്ടുന്നുണ്ട് കേട്ടോ. സോ ടോട്ടൽ എത്ര ടൈം എടുത്തു എന്നുള്ളതും അങ്ങനെയൊക്കെ ഓരോന്നും നമുക്ക് അവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് കിട്ടും. ബെസ്റ്റ് ടൈം അതേപോലെ തന്നെ ബെസ്റ്റ് ഐട്രേഷൻ ഏതാണെന്നൊക്കെ നമുക്ക് അവിടെ ഔട്ട്കമ്മിൽ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ 499 ആണ് നമ്മുടെ ലാസ്റ്റ് ബെസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവാലുവേഷൻ ചെയ്യാം. അതായത് വൈപ്രഡ് യൂസ് ചെയ്തിട്ടുള്ള ഇവാലുവേഷൻ ആണ്. സോ ഇവിടെ നമുക്ക് മീൻ സ്ക്വയർഡ് എററും R2 സ്കോറും കണ്ടുപിടിക്കാനുണ്ട്. സോ അതും കൂടി ഇമ്പോർട്ട് ചെയ്യാം. ഞാൻ മുകളിലേക്ക് സ്ക്രോൾ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ലൈനിൽ ഫ്രം കൊടുക്കുക SK11 ഡോട്ട് മെട്രിക്സ് ഇമ്പോർട്ട് മീൻ സ്ക്വയർഡ് എറർ, മീൻ സ്ക്വയർഡ് എറർ അതേപോലെ R2 സ്കോർ കൊടുക്കുന്നുണ്ട്. സോ അതൊക്കെ ഇമ്പോർട്ട് ചെയ്ത് വയ്ക്കുന്നുണ്ട്. ദെൻ റൺ ചെയ്യും. ഓക്കെ, മീൻ സ്ക്വയർഡ് എറർ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. ഓക്കെ, സോ കംപ്ലീറ്റ് ഇമ്പോർട്ട്സ് കറക്റ്റ് ആയിട്ടുണ്ട്. ദെൻ താഴത്തേക്ക് സ്ക്രോൾ ചെയ്യാം. ഇനി നമുക്കതൊന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യാം കേട്ടോ. സോ അതിന് വേണ്ടിയിട്ട് വൈ അണ്ടർസ്കോർ പ്രിഡ്, വൈ പ്രിഡ് ഈക്വൽസ് ഇത് കൊടുക്കുക, മോഡൽ ഡോട്ട് പ്രിഡിക്റ്റ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ നമ്മുടെ എക്സ് ടെസ്റ്റ് ആഡ് ചെയ്യുക. സോ എക്സ് ടെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, RMSE അതായത് റൂട്ട് ഓഫ് മീൻ സ്ക്വയർഡ് എറർ നമുക്ക് കണ്ടുപിടിക്കണം. അതേപോലെ തന്നെ R2 സ്കോർ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ ഫസ്റ്റ് RMSE ഈക്വൽസ് ഇത് കൊടുക്കാം, നമ്മുടെ ഫംഗ്ഷൻ്റെ പേര് മീൻ അണ്ടർസ്കോർ സ്ക്വയർഡ് അണ്ടർസ്കോർ ഇത് കൊടുക്കാം, എറർ കൊടുക്കുക, ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ ഇത് കൊടുക്കുക, വൈ ടെസ്റ്റ് കോമ വൈ പ്രെഡ്, ഇനി സ്ക്വയർ ഫാൾസ് കൊടുക്കാം, വിളിച്ചറിയാലോ ഞാൻ കൊടുക്കണമെന്ന്. ദെൻ അതേപോലെ RMSE കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് R2 സ്കോർ ആണ്. സോ R2 കൊടുക്കുക, R2 ഈക്വൽ R2 അണ്ടർസ്കോർ സ്കോർ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിലായിട്ട് എന്ത് കൊടുക്കുക, വൈ ടെസ്റ്റും വൈ പ്രെഡും കൊടുക്കാം, വൈ ടെസ്റ്റ് കോമ വൈ പ്രെഡ്. ഇത് നമുക്ക് പ്രിന്റ് കൊടുക്കാം. സോ പ്രിന്റ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ എഫ് കോട്സിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കാം, RMSE കോളൻ കേർലി ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കുക, ആ വേരിയബിളിൻ്റെ നെയിം
RMSE കോളൻ ഇനി എത്ര പോയിന്റ് കഴിഞ്ഞിട്ടുള്ള വാല്യൂ ആണ് കൊടുക്കേണ്ടത് 0.4 കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ലൈനിൽ പ്രിന്റ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ എഫ് ഡബിൾ കോട്ട്സിനുള്ളിൽ എന്ത് കൊടുക്കുക ആർട്ട് സ്കോർ കൊടുക്കുന്നുണ്ട് കോളൻ പിന്നെ അഗൈൻ കർലി ബ്രാക്കറ്റ്സ് കൊടുക്കുക ആർട്ട് എന്നാണ് നമ്മുടെ വേരിയബിളിന്റെ പേര്. സോ ആർട്ട് തന്നെയാണ് കൊടുക്കുന്നത്. കോളൻ 0.4f ദെൻ ഇത് റൺ ചെയ്യാം. സ്ക്വയേർഡ് മീൻസ് എവിടെയാണ് RMSന്റെ അവിടെയാണ് വന്നിരിക്കുന്നത്. മീൻസ് സ്ക്വയേർഡ് എറർ വൈറ്റ്. ഓക്കെ, നമുക്ക് സ്ക്വയേർഡ് ഈക്വൽസ് ഫോൾസ് കൊടുക്കാം. നോർമലി നമ്മൾ കൊടുക്കുന്ന പോലെ തന്നെ കൊടുത്താലും ഓക്കെ. സോ RMSE സ്കോറും അതേപോലെ തന്നെ ആർട്ട് സ്കോറും നമുക്ക് അവിടെ വിസിബിൾ ആയിട്ടുണ്ട്. ഇനി ഫീച്ചർ ഇമ്പോർട്ടൻസ് ആണ് നമുക്ക് ചെയ്യുന്നുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഏതാണെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യണം അല്ലേ. സോ അതിന് വേണ്ടിയിട്ട് നെക്സ്റ്റ് വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുവാണ് കേട്ടോ. അതായത് ഫീച്ചർ അണ്ടർസ്കോർ ഇമ്പോർട്ടൻസസ് ഈക്വൽസ് കൊടുക്കുക മോഡൽ ഡോട്ട് ഗെറ്റ് feature importance then function brackets. Okay, so get okay. Model dot get feature importance നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി ഫീച്ചർ അതായത് ഫീച്ചർ അണ്ടർസ്കോർ ഈക്വൽസ് കൊടുക്കുക ഡാറ്റ ഫ്രെയിം പോലെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുവാണ്. സോ ഡാറ്റ ഫ്രെയിം കൊടുത്തിട്ടുണ്ട്. ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ കൊടുക്കുക കേർലി ബ്രാക്കറ്റ്സ് കീ വാല്യൂ പെയർ പോലെയാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് വൺ കൊടുക്കുക ഫീച്ചർ കൊടുക്കുന്നുണ്ട് കോളൻ എക്സ് ഡോട്ട് കോളംസ് കൊടുക്കുന്നുണ്ട് കോമ നെക്സ്റ്റ് ഈ സിംഗിൾ കോട്ട്സ് ഇവിടെ ലൂസ് ചെയ്യുക കേട്ടോ. ഈ വാല്യൂ പെയർ അല്ലേ. സോ ആ ഒരു ഫോമാറ്റ് തന്നെ ഫോളോ ചെയ്യുക. കോമ നെക്സ്റ്റ് വൺ എന്ത് കൊടുക്കുക ഇമ്പോർട്ടൻസ് കൊടുക്കുക കോളൻ എന്ത് കൊടുക്കുക ഫീച്ചർ അണ്ടർസ്കോർ ഇമ്പോർട്ടൻസസ് കൊടുക്കുക. ഓക്കെ, സോ ഫീച്ചേഴ്സും അതേപോലെ തന്നെ ഇമ്പോർട്ടൻസസും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് എന്ത് കൊടുക്കുക PLT ഡോട്ട് ഫിഗർ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൽ എന്ത് കൊടുക്കുക ഫിക്സ് സൈസ് കൊടുക്കുക. ഫിക്സ് സൈസ് ഈക്വൽസ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ 8,6 കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ലൈനിൽ എന്ത് കൊടുക്കുക SNS ഡോട്ട് ബാർ പ്ലോട്ട് ആണ് കൊടുക്കുന്നത്. ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ ഡാറ്റ ഈക്വൽസ് നമ്മുടെ ഫീച്ചർ സോർട്ട് വാല്യൂസ് കൊടുക്കുന്നത്. വാല്യൂ സോർട്ട് ചെയ്യുന്നത് വിഷ്വലൈസേഷൻ കുറച്ചും കൂടി ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടാട്ടോ. അതുകൊണ്ട് കമ്പൽസറി ഒന്നുമല്ല. സോർട്ട് വാല്യൂസ് ബൈ ഈക്വൽസ് നമ്മുടെ ആ ഒരു കീ വാല്യൂ പെയറിന്റെ പേര് അതായത് ഇമ്പോർട്ടൻസ് അല്ല നമ്മൾ കൊടുക്കുന്നത്. സോ അത് കൊടുക്കുന്നുണ്ട്. ഇമ്പോർട്ടൻസ് കൊടുക്കുക ബൈ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. ഇനി അസെൻഡിങ് ഈക്വൽസ് ഫാൾസ് ഡിസെൻഡിങ് ഓർഡർ മതി. സോ അസെൻഡിങ് ഈക്വൽസ് എന്ത് കൊടുക്കുക ഫാൾസ് കൊടുത്തിട്ടുണ്ട്. ദെൻ ടൈറ്റിൽ ആഡ് ചെയ്യാം. നെക്സ്റ്റ് ലൈനിൽ എന്ത് കൊടുക്കുക PLT ഡോട്ട് ടൈറ്റിൽ കൊടുക്കുക ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ കോഡ്സിൽ ക്യാറ്റ് ബൂസ്റ്റ് ഫീച്ചർ ഇമ്പോർട്ടൻസ് ഇത്രയും കൊടുത്തിട്ടുണ്ട്. സോ ഇതെന്താണെന്ന് പറയാം കേട്ടോ. നമുക്കതൊന്ന് വിഷ്വലൈസ് ചെയ്യുന്നു. സോ ഇമ്പോർട്ടൻസസ് ഓക്കെ ഫീച്ചർ ഇമ്പോർട്ടൻസ് പറയുമ്പോൾ ഓക്കെ ഇവിടെ നമ്മൾ എക്സും വൈയും കൊടുത്തിട്ടുണ്ടായില്ല അല്ലേ. അസെൻഡിങ് കോമ. സോ ഈ ഒരു ബ്രാക്കറ്റ് ചെയ്തതിനു ശേഷം അഗൈൻ കോമ കൊടുക്കുന്നുണ്ട്. എന്ത് കൊടുക്കാം നമുക്ക് എക്സും വൈയും കൂടി ഒന്ന് ആഡ് ഓൺ ചെയ്യാം. അതുകൊണ്ടാണ് അങ്ങനെ വന്നിരിക്കുന്നത്. സോ എക്സ് ഈക്വൽസ് എന്ത് കൊടുക്കാം കോച്ചിൽ
ഇമ്പോർട്ടൻസ് കോമ y ഈക്വൽസ് എന്ത് കൊടുക്കുക, ഫീച്ചേഴ്സും കൂടി കൊടുക്കണം. ഫീച്ചർ കൊടുക്കുക, then റൺ ചെയ്യാം. സോ ഇപ്പോൾ നമുക്ക് എന്തായിട്ടുണ്ട്, ഫീച്ചറിൻ്റെ എന്താണ് ഡിസെൻഡിങ് ഓർഡറിൽ നമുക്ക് ലൈക്ക് എന്താണ് ഏറ്റവും വലിയ അല്ലെങ്കിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോളംസിന്റെ പ്രോപ്പർ ഓർഡർ വൈസ് എക്സും വൈയും ഫീച്ചേഴ്സ് കൊടുത്തില്ലെങ്കിൽ എന്തായിരിക്കും, ആ ഒരു ഇമ്പോർട്ടൻസ് മാത്രമായിരിക്കും അവിടെ പാസ് ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു ഇഷ്യൂ വന്നത് കേട്ടോ. സോ ഇവിടെ നമുക്ക് എന്തായിട്ടുണ്ട്, ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി ഉള്ള കോളംസും അതിന്റെ പ്രയോറിറ്റീസ് ഓരോ ഫീച്ചേഴ്സിന്റെ പ്രയോറിറ്റീസ് അനുസരിച്ചിട്ട് നമ്മളിവിടെ വിഷ്വലൈസേഷൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു മോഡലിന്റെ റൺ ചെയ്തതിന് ശേഷമുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ചെയ്തിരിക്കുന്നത് കേട്ടോ. സോ ഫീച്ചർ ഓരോ ഫീച്ചറിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് ഇതേപോലെ വേണമെങ്കിൽ ഫൈൻഡ് ഔട്ട് ചെയ്യാം. സോ ഓപ്ഷനലാണ് കേട്ടോ. ഇതാണ് നമ്മളെ ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ ഒരു മോഡൽ അല്ലെങ്കിൽ ഒരു അൽഗോരിതം ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള ആ ഒരു മോഡലിന് ഈ കാറ്റ് ബൂസ്റ്റിന്റെ കേസസിൽ ഈ സെയിം പ്രോസസ്സ് തന്നെ എന്ത് ചെയ്യുക, ഒരു കാറ്റഗോറിക്കൽ ഡാറ്റ സെറ്റിൽ ഒന്ന് ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കാം കേട്ടോ. അതിപ്പോൾ നമ്മൾ റിഗ്രഷൻ ഡാറ്റ സെറ്റിലാണ് ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കിയത്. ഈ സെയിം സാധനം തന്നെ എന്ത് ചെയ്യുക, പ്രോസസ്സ് ഓൾമോസ്റ്റ് സെയിം ആണ്, അൽഗോരിതത്തിന്റെ നെയിം മാത്രമായിരിക്കും അവിടെ ഡിഫറൻസ് വരുന്നത്. റിഗ്രഷന് പകരം എന്ത് ചെയ്യുക, ആ മോഡൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ കാറ്റ് ബൂസ്റ്റ് റിഗ്രസറിന് പകരം ക്ലാസിഫയർ യൂസ് ചെയ്യുക. ആ ഒരു ഡിഫറൻസേ വരുള്ളൂ. ദെൻ ഈ ബാക്കി സ്റ്റെപ്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഈ കാറ്റ് ബൂസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ കാറ്റഗോറിക്കൽ ബൂസ്റ്റിങ്ങിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഒരു ഗ്രേഡിയന്റ് ബൂസ്റ്റിംഗ് അൽഗോരിതം ആണ്, യാൻഡെക്സ് ആണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. സോ ഇവിടെ ഡിസിഷൻ ട്രീയും പ്ലസ് ബൂസ്റ്റിങ്ങും ആണ് ഇവിടെ നടക്കുന്നത്. സോ എന്തായിരിക്കും, ഡിസിഷൻ ട്രീസും ഉണ്ടാവും പ്ലസ് ബൂസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ലൈക്ക് XG ബൂസ്റ്റ് അല്ലെങ്കിൽ ലൈറ്റ് GPM ഒക്കെ പോലത്തെ ഒരു അൽഗോരിതം തന്നെയാണ് ഇതും ഈ കാറ്റ് ബൂസ്റ്റ് എന്ന് പറയുന്നത്. ഇതിന്റെ സ്പെഷ്യൽ സ്ട്രെങ്ത് എന്തൊക്കെയാന്ന് വെച്ചാൽ കാറ്റഗോറിക്കൽ ഫീച്ചേഴ്സിനെ ഓട്ടോമാറ്റിക്കലി ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതായത് വൺ ഹോട്ട് എൻകോഡിങ് പോലുള്ള സ്റ്റെപ്സ് യൂസ് ചെയ്യാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓട്ടോമാറ്റിക്കലി അത് ഹാൻഡിൽ ചെയ്തോളും. ദെൻ എന്താണ്, ഓവർ ഫിറ്റിംഗ് പ്രിവെന്റ് ചെയ്തോളും. ഓർഡേർഡ് ബൂസ്റ്റിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. ദെൻ അതുകൊണ്ട് എന്തായിരിക്കും, ഓവർ ഫിറ്റിംഗ് മാക്സിമം റെഡ്യൂസ് ചെയ്യും, പ്രിവെന്റ് ചെയ്യും. ദെൻ എന്താണ്, XG ബൂസ്റ്റിനെ പോലെയും അതേപോലെ ലൈറ്റ് GPM-നെയും കമ്പയർ ചെയ്ത് നോക്കുവാണെങ്കിൽ കുറച്ച് ട്യൂണിങ് ആണ് ആവശ്യം വരുന്നുള്ളൂ. അതായത് റിഗ്രഷനും ക്ലാസിഫിക്കേഷനും വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബൂസ്റ്റിംഗ് അൽഗോരിതം ആണ് ഇത്, കാറ്റ് ബൂസ്റ്റ് എന്ന് പറയുന്നത്. സോ റിഗ്രഷൻ ആണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. ഇനി മോഡലിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുവാണെങ്കിൽ നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്, മോഡലിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് ഐട്രേഷൻസ് ആണ്. ഐട്രേഷൻസ് ഈക്വൽസ് 500 കൊടുത്തിട്ടുണ്ട്. സോ നമ്പർ ഓഫ് ബൂസ്റ്റിംഗ് റൗണ്ട്സ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ട്രീസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഈ 500 ആയിരിക്കും. അതായത് കൂടുതൽ ഐട്രേഷൻ ആണെങ്കിൽ അല്ലെങ്കിൽ കൂടുതൽ ഐട്രേഷൻസ് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ആക്യുറസി ഉള്ള നമുക്ക് മോഡൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. 500 തന്നെ യൂസ് ചെയ്യുന്ന നിർബന്ധമൊന്നുമില്ല, കുറച്ചും കൂടി ഹയർ ആക്യുറസി ആയിരിക്കും വരുന്നത്. ദെൻ ഓവർ ഫിറ്റിങ്ങിന് റിസ്ക് റെഡ്യൂസ് ചെയ്യാനും അതേപോലെ തന്നെ ട്രെയിനിങ്ങിന് കുറച്ച് ടൈം ചിലപ്പോൾ എടുക്കുന്നു മാത്രം. ആ ഒരു ഡിഫറൻസേ അവിടെ വരുന്നുള്ളൂ. ഇപ്പോൾ 500-ന് പകരം 1000 കൊടുക്കണമെങ്കിൽ കൊടുക്കാം. സോ എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. സോ ഹൈട്രേഷൻ എന്ന് പറയുന്നത് എന്താണ്, ആ ഒരു ട്രീസ് എത്ര ട്രീസ് വേണം എന്നുള്ളതാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് എന്താണ്, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ലേണിംഗ് റേറ്റ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതായത് എത്ര ട്രീസ് കറക്റ്റ് ആയിട്ട് പ്രീവിയസ് മുമ്പത്തേനേക്കാളും എത്ര എണ്ണം കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളത് ഓക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ട്രീസും കറക്റ്റ് ആയിട്ട് മുമ്പത്തേനേക്കാളും കറക്റ്റ് ആയിട്ട് വരണം എന്നുള്ളത് എന്ന് പറയില്ലേ, പ്രീവിയസ് ട്രീനേക്കാളും കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് വേണം നെക്സ്റ്റ് ട്രീ ജനറേറ്റ് ചെയ്യാന്നുള്ള രീതി ഫോർമാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ലേണിംഗ് റേറ്റ് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്നത്. കുറച്ചും കൂടി സ്മോളർ സൈസ്, അതായത് 0.1 സ്മോളർ ആണ്. സോ അതേപോലുള്ള സ്മോളർ സൈസ് കൊടുക്കുവാണെങ്കിൽ കുറച്ചും കൂടി സേഫ് ആയിരിക്കും. ഓവർ ഫിറ്റിങ്ങിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ കുറെ ട്രീസ് അവിടെ ക്രിയേറ്റ് ആവും, ബട്ട് പ്രോപ്പർ ആയിട്ട് ലേണിംഗ് അവിടെ നടക്കും. അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ നമുക്ക് അല്ലാണ്ടുള്ള വരുന്ന ഓവർ ഫിറ്റിംഗ് പോലുള്ള ഇഷ്യൂസ് ഒക്കെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വൺ ഡെപ്ത് ആണ് കൊടുത്തിരിക്കുന്നത്, മാക്സ് ഡെപ്ത്. അതായത് നമ്മളൊരു ഡിസിഷൻ ട്രീന്റെ ഡെപ്ത് എത്ര ലെവൽ വരെ വേണം എന്നുള്ളതാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രിഫറൻസ് ആണ് കേട്ടോ. ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് 6 കൊടുത്തു എന്ന് മാത്രം. ദെൻ നെക്സ്റ്റ് 3, 4 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഫാസ്റ്റ് ആയിരിക്കും, ബട്ട് അണ്ടർ ഫിറ്റിങ്ങിനുള്ള ഈ ഡെപ്തിന്റെ വാല്യൂ 3 അല്ലെങ്കിൽ 4 ആണെങ്കിൽ അവിടെ അണ്ടർ ഫിറ്റിങ്ങിനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ അത് കണ്ടറിഞ്ഞ് വേണം ഹാൻഡിൽ ചെയ്യാൻ.
ഇനി ഡീപ്പായിട്ട് നമ്മൾ 10 കൂടുതലൊക്കെ കൊടുക്കുകയാണെങ്കിൽ പവർഫുൾ ആയിരിക്കും, ബട്ട് ഓവർ ഫിറ്റിങ്ങിനുള്ള റിസ്കിനുള്ള ചാൻസസ് കൂടുതലായിരിക്കും 10 കൂടുതൽ വരുവാണെങ്കിൽ. സോ ഒരു മിനിമം വാല്യൂ അല്ലെങ്കിൽ ഒരു മീഡിയം വാല്യൂ നിങ്ങൾ ചൂസ് ചെയ്തിട്ട് കൊടുക്കുക ഡെപ്ത് ആയിട്ട്. ഇനി ലോസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് RMSE ആണ്, അതായത് റൂട്ട് മീൻ സ്ക്വയർഡ് എറർ. അതായത് റിഗ്രഷൻ ഡാറ്റ സെറ്റിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളതാണ് ഇത്, ഈ റൂട്ട് മീൻ സ്ക്വയർഡ് എറർ എന്ന് പറയുന്നത്. സോറി, അത് എന്താണ് റിഗ്രഷൻ ഡാറ്റ സെറ്റിനാണ്. ഇനി ക്ലാസിഫിക്കേഷൻ ഡാറ്റ അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ അൽഗോരിതംസിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോഗ് ലോസ് അല്ലെങ്കിൽ ക്രോസ് എൻട്രോപ്പി എന്നൊക്കെ പറയുന്ന ലോസ് ഫംഗ്ഷൻസ് ഉണ്ട്. സോ വേറെയും ലോസ് ഫംഗ്ഷൻസ് ഉണ്ട്. സോ അതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം കേട്ടോ. സോ ഏത് ലോസ് ഫംഗ്ഷൻ വേണമെങ്കിലും കാറ്റഗറിക്കൽ ഇതിൽ നിങ്ങൾക്ക് ഇതിലേതെങ്കിലും ചൂസ് ചെയ്യാം. റിഗ്രഷന് RMSE ആണ്, അതായത് റൂട്ട് മീൻ സ്ക്വയർഡ് എറർ ആണ് നമ്മൾ ചൂസ് ചെയ്യാറ് മോസ്റ്റ്ലി. ക്ലാസിഫിക്കേഷൻ ആണെങ്കിൽ ലോഗ് ലോസോ അല്ലെങ്കിൽ ക്രോസ് എൻട്രോപ്പിയോ നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ നെക്സ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ ക്രോസ് എൻട്രോപ്പി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അവിടെ ഹാൻഡിൽ ചെയ്യും കേട്ടോ. സോ അതിന് കൺഫ്യൂഷൻസ് ഒന്നും വേണ്ട. ഇനി നെക്സ്റ്റ് വെർബോസ് ആണ്. അതായത് വെർബോസ് എന്ന് പറയുന്നത് നമുക്ക് പ്രോഗ്രസ്, അതായത് നമ്മൾ ഇപ്പോൾ ഒരു ലൂപ്പിലിട്ട് കൊടുത്തേക്കുവാണെങ്കിൽ ഇത്ര ഇറ്ററേഷൻസ് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്ക് എത്ര പ്രോഗ്രസ് വീതം നമുക്ക് പ്രിന്റ് ഔട്ട് ചെയ്തിട്ട്, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഏത് ലെവലിലൊക്കെ നമുക്ക് ഔട്ട്പുട്ട് പ്രിന്റ് ഔട്ട് ചെയ്ത് കിട്ടണം, അല്ലെങ്കിൽ അത് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര എണ്ണം വേണം എന്നൊക്കെ നമ്മൾ പറയാം. ഐട്രേഷൻ കൺട്രോൾ ചെയ്യില്ലേ, അതേപോലെ നമുക്ക് ഓരോ പ്രോഗ്രസ്സിൽ എത്ര എണ്ണം വീതം വേണം, അല്ലെങ്കിൽ അതിന്റെ എങ്ങനെയാണ് വർക്കിംഗ് വരുന്നതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ആ ഒരു വെർബോസ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ആ ഒരു ഇത് ഇവിടെ കാണാം, മോഡൽ നമ്മൾ റൺസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഉണ്ടോ ബെസ്റ്റ് ടൈം, അതേപോലെ തന്നെ ബെസ്റ്റ് ഐട്രേഷൻ ഒക്കെ നമുക്ക് അവിടെ വരുന്നുണ്ട്. സോ അതേപോലെ നമുക്ക് ഔട്ട്പുട്ടിലും കിട്ടും. സോ ആ ഒരു ബെസ്റ്റ് ടൈമും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഐട്രേഷൻസ് യൂസ് ചെയ്യുന്നത്. സോ കുറച്ചും കൂടി കൂടുതൽ കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ഔട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളത് വേണമെന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ചേഞ്ച് ചെയ്ത് നോക്കുക. 100ന് പകരം എന്ത് കൊടുക്കുക, വേണമെങ്കിൽ 50 കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഐട്രേഷൻ ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്തിട്ട് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. സോ അതിൽ ചേഞ്ചസ് വരും, മീൻ സ്ക്വയർഡ് എററിൽ ഡിഫറൻസ് വരും. സോ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ദെൻ ഈ വാൽ സെറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് വാലിഡേഷൻ ഡാറ്റ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് അവിടെ. സോ കാറ്റ് ബൂസ്റ്റിൽ എന്താണ് പെർഫോമൻസ്, നമ്മൾ ട്രെയിനിങ്ങിന്റെ ഒപ്പം തന്നെ അതിന്റെ പെർഫോമൻസും ചെക്ക് ചെയ്യേണ്ടതുണ്ടല്ലോ. സോ ഇവാലുവേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ എക്സ് ടെസ്റ്റും വൈ ടെസ്റ്റും അവിടെ അങ്ങനെ കൊടുക്കുന്നത് കേട്ടോ. വാലിഡേഷൻ ഡാറ്റ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. സോ ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാ വരാന്ന് വെച്ചാൽ ഒരു ബേസ് ലൈൻ പ്രിഡിക്ഷൻ വെച്ചിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ റിഗ്രഷനിലാണെങ്കിൽ എന്തായിരിക്കും, ആ ടാർജറ്റിന്റെ അല്ലെങ്കിൽ നമ്മൾ റിഗ്രഷന് വേണ്ടിയിട്ട് ടാർജറ്റിന്റെ മീൻ ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. സോ ഒരു ഫസ്റ്റ് ഡിസിഷൻ ട്രീ ക്രിയേറ്റ് ചെയ്യും. സോ അതിലത്തെ എറേഴ്സ് ഒക്കെ എന്താണ് ബേസ് ലൈനിൽ നിന്ന് കറക്റ്റ് ചെയ്തിട്ടുള്ള എറേഴ്സ് ഒക്കെ ക്ലിയർ ചെയ്തിട്ടുള്ള ഡാറ്റ ആയിരിക്കും നമ്മുടെ ഫസ്റ്റ് ട്രീയിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുമ്പോൾ എന്താണ്, ഈ ബേസ് ലൈൻ വെച്ചിട്ട് നമ്മൾ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അതിന്റെ എറേഴ്സ് കുറച്ചും കൂടി ക്ലിയർ ചെയ്തിട്ടുള്ളതായിരിക്കും നെക്സ്റ്റ് വൺ വരുന്നത്. ലൈക്ക് എൻസെമ്പിൾ ഒക്കെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ട് എടുക്കുന്ന പോലെ. ദെൻ ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും അൺടിൽ നമുക്കൊരു സ്പെസിഫിക് ഐട്രേഷൻ നമ്മൾ കൊടുത്തത് റീച്ച് ചെയ്യുന്ന വരെ ഈ ഒരു പ്രോസസ്സ് എന്ത് ചെയ്യും, റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ. സോ നമുക്ക് എന്താണ് പ്രിഡിക്ഷൻസ് വരുന്നത്, എന്താണ് സം ഓഫ് വെയ്റ്റഡ് ട്രീസ് ആയിരിക്കും നമുക്ക് പ്രിഡിക്ഷൻ വരുന്നത്. ഓക്കെ. സോ അതേപോലെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതാണ് ഈ മോഡൽ മെയിൻ ആയിട്ട് നടക്കുന്നത്. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, RMSE സ്കോർ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് അല്ലേ. ഇവിടെ RMSE സ്കോർ നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു ആവറേജ് എററിന്റെ സ്കോർ ആണ് വരുന്നത്. ഏറ്റവും ലോവർ ആണെങ്കിൽ അത്രയും നല്ലത്. ഓക്കെ. R2 സ്കോർ എന്ന് പറയുന്നത് ക്ലോസ് ടു 1 ആണെങ്കിൽ ബെറ്റർ ഫിറ്റ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ RMSE സ്കോർ ലെസ് ആയിട്ടും R2 സ്കോർ കൂടുതലായിട്ട് തന്നെയാണ് വന്നത്. സോ അത്യാവശ്യം ബെറ്റർ ആയിട്ടുള്ള മോഡൽ തന്നെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫീച്ചർ ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടാണ്. ഫീച്ചർ ഇമ്പോർട്ടൻസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, അതായത് ഏതാണ് കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, കാലിഫോർണിയ ഹൗസിംഗിൽ ഏറ്റവും കൂടുതൽ ഡൊമിനേറ്റ് ചെയ്തിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഏത് കോളമാണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഈ ഒരു ഗ്രാഫ് നമ്മൾ ചെയ്ത് നോക്കിയത്. കണ്ടോ, മിഡ് ഇൻകം ആണ് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കോളം എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. സോ കാറ്റ് ബൂസ്റ്റ് എന്ന് പറയുന്നത് ഒരു യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള എന്താണ് നമ്മുടെ ഡിഫോൾട്ട് പാരാമീറ്റേഴ്സ് വെച്ചിട്ട് തന്നെ അത്യാവശ്യം നല്ല പെർഫോമൻസ് തരുന്ന ഒരു ബൂസ്റ്റിംഗ് അൽഗോരിതം ആണ് കാറ്റ് ബൂസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ കാറ്റഗറിക്കൽ വേരിയബിൾസിന് ഓട്ടോമാറ്റിക്കലി ഹാൻഡിൽ ചെയ്തോളും. നമ്മൾ XG ബൂസ്റ്റിലോ അല്ലെങ്കിൽ ലൈറ്റ് GBMലോ പോലെ സെപ്പറേറ്റ്ലി നമ്മൾ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, അത് ഓട്ടോമാറ്റിക്കലി ഹാൻഡിൽ ചെയ്തോളും. അതേപോലെ തന്നെ പ്രോസസ്സിംഗ് ടൈം നമ്മൾ ബിഗിനേഴ്സിനാണെങ്കിലും കുറച്ചും കൂടി ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പ്രോസസ്സിംഗ് ടൈം കുറവായിരിക്കും വേണ്ടി വരുന്നത്.
സോ അതൊക്കെയാണ് ഇതിന്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഹൗസ് പ്രൈസ് അല്ലെങ്കിൽ ഫ്രോഡ് ഡിറ്റക്ഷൻ റെക്കമെൻഡേഷൻ സിസ്റ്റത്തിനൊക്കെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ ഒരു ബൂസ്റ്റിംഗ് മെത്തേഡ് നമുക്ക് വേണമെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, സോ ഇതൊക്കെയാണ് നമ്മുടെ ബൂസ്റ്റിംഗ് അൽഗോരിതംസിൽ നമ്മൾ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ള അൽഗോരിതംസ് എന്ന് പറയുന്നത്. നിങ്ങളിത് കാറ്റഗറിക്കലിനെയും കൂടി ഒന്ന് ട്രൈ ഔട്ട് ചെയ്താൽ മതി. അഡാ ബൂസ്റ്റ്, കാറ്റ് ബൂസ്റ്റ്, ഗ്രേഡിയൻ ഡിസെന്റ്, ലൈറ്റ് GBM, അതേപോലെ തന്നെ XG ബൂസ്റ്റ്, 5 ബൂസ്റ്റിംഗ് അൽഗോരിതംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇത് മാത്രമല്ല കേട്ടോ, വേറെയും ബൂസ്റ്റിംഗ് അൽഗോരിതംസ് ഒക്കെ ഉണ്ട്. ജസ്റ്റ് ഒന്ന് ബ്രൗസ് ചെയ്ത് നോക്കുക കേട്ടോ. ബിക്കോസ് എല്ലാം നമുക്ക് കവർ ചെയ്താലും നമ്മുടെ ടൈമിങ്ങിനെ അത് എഫക്ട് ചെയ്യും. സോ അതുകൊണ്ടാണ് തൽക്കാലത്തേക്ക് ഇത്രയും പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് കേട്ടോ. സോ വേറെയും ഉണ്ട്. നിങ്ങളുടെ പർപ്പസ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു അൽഗോരിതംസിൽ ഒന്നും ഔട്ട്പുട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡാറ്റ് പോലുള്ള അൽഗോരിതം ബൂസ്റ്റിംഗ് അൽഗോരിതംസ് ഉണ്ട്. സോ അതും കൂടി ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, സോ നമ്മൾ ബൂസ്റ്റിംഗ് അൽഗോരിതംസിന്റെ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. സോ നമ്മൾ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് സൂപ്പർവൈസ്ഡിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞിരുന്നു? SVM, റാൻഡം ഫോറസ്റ്റ്, നെയ് ബേസ്, മോഡൽ വാലിഡേഷൻ പറഞ്ഞിരുന്നു, ലീനിയർ റിഗ്രഷൻ, ലോജിസ്റ്റിക് റിഗ്രഷൻ, KNN, ഡിസിഷൻ ട്രീ ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലെ. ഇനി നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അൺസൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിംഗ് ആണ്. സൂപ്പർവൈസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ് സൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? എന്താ സൂപ്പർവൈസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ഈ ഹൗസിംഗ് ഡാറ്റ ഞാൻ ക്ലോസ് ചെയ്യുവാണ് കേട്ടോ. നിങ്ങൾ വേറൊരു ഡാറ്റ സെറ്റിൽ, കാറ്റഗോറിക്കൽ ഡാറ്റ സെറ്റിൽ ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കിയിട്ട് സ്ക്രീൻഷോട്ട് ഗ്രൂപ്പിൽ ഇട്ടാൽ മതി. ഇത് തന്നെ ചെയ്ത് ഇടണം എന്നില്ല. കാറ്റഗോറിക്കൽ ഡാറ്റയിൽ ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പറയാം, നമുക്ക് ക്ലിയർ ചെയ്ത് പോവാം. ഓക്കെ, ഞാൻ ഇത് തൽക്കാലത്തേക്ക് ക്ലോസ് ചെയ്യുവാണ്. നിങ്ങൾ ക്ലാസിഫിക്കേഷൻ ഡാറ്റ സെറ്റിൽ ഇംപ്ലിമെന്റ് ചെയ്താൽ മതി. സോ സൂപ്പർവൈസ്ഡ് നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എന്താണ് സൂപ്പർവൈസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നമ്മൾ കുറച്ച് അൽഗോരിതംസ് ഒക്കെ പറഞ്ഞിരുന്നു അല്ലെ. മെഷീൻ ലേണിംഗിൽ വരുന്നതാണ് സൂപ്പർവൈസ്ഡ് എന്ന് പറഞ്ഞിരുന്നു. എന്താണ് സൂപ്പർവൈസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? എന്താണ് സൂപ്പർവൈസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ലേബൽഡ് ഡാറ്റ ആയിരിക്കും ട്രെയിൻ ചെയ്യുന്നത്. ലേബലിന്റെ ഡാറ്റനെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ട്രെയിൻ ചെയ്യിക്കുന്നത് അല്ലെ. പിന്നെ എങ്ങനെയാണ് ഒരു ഡാറ്റ സെറ്റിൽ ലേബിൾഡ് ഡാറ്റ ആണോ അല്ലയോ എന്ന് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക? ഓക്കെ, സോ ലേബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അതായത് നമുക്കൊരു സ്പെസിഫിക് ആയിട്ട് ഒരു ടാർഗറ്റ് കോളം, ഇതിപ്പോ നമ്മൾ ഈ ഓരോ മോഡലിലും നമുക്ക് എന്തുണ്ട്, നമ്മൾ ചെയ്തപ്പോഴും നമുക്കൊരു സ്പെസിഫിക് ആയിട്ട് ഒരു ടാർഗറ്റ് കോളം നമുക്ക് അവിടെ ഉണ്ടായിട്ടുണ്ട് അല്ലെ. സോ അങ്ങനെ സ്പെസിഫിക് ആയിട്ട് ടാർഗറ്റ് കോളം ഉള്ളതിനെയാണ് എന്ത് പറയുന്നത്? ലേബിൾഡ് അൽഗോരിതം എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുവാണ് കേട്ടോ. അൺസൂപ്പർവൈസ്ഡ്. ഓക്കെ, അൺസൂപ്പർവൈസ്ഡ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. പുതിയ ഫയൽ ടെക്സ്റ്റ് ഫയലാണ് കേട്ടോ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഞാനൊരു TXT ഫയലാണ്. ജസ്റ്റ് അൺസൂപ്പർവൈസ്ഡ് എന്താണെന്ന് ജസ്റ്റ് ഒരു ഓവർവ്യൂ തരാം. അൺസൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിംഗ്. ഓക്കെ, സോ ലേബിൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് പ്രോപ്പർ ആയിട്ടൊരു ടാർഗറ്റ് കോളം ഉള്ളതിനെയാണ് നമ്മൾ എന്താ പറയുക, ലേബിൾഡ് ഡാറ്റ എന്ന് നമ്മൾ പറയുന്നത് അല്ലെ. സോ ഇനി അൺലേബിൾഡ് ആയിട്ടുള്ള ഡാറ്റ, അതായത് ഒരു സ്പെസിഫിക് ആയിട്ട് എന്താണ് ഒരു ടാർഗറ്റ് കോളം ഇല്ലാത്ത കേസസിൽ നമുക്ക് ഇതിനെ ഹാൻഡിൽ ചെയ്യുന്നത് എങ്ങനെയാണ്? അല്ല, അൺസൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിംഗ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. മോഡല് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ലേബിൾഡ് ഔട്ട്പുട്ട് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ട്രെയിൻ ചെയ്യാൻ നമുക്ക് അറിയില്ല അല്ലെ. സോ അങ്ങനത്തെ കേസസിൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇത്, ഈ അൺലേബിൾഡ് അല്ലെങ്കിൽ അൺസൂപ്പർവൈസ്ഡ് ഡാറ്റ സെറ്റ് എന്ന് പറയുന്നത്. സോ it is a type of machine learning
where the model is trained without labeled output data. ഓക്കെ, ലേബിൾഡ് ഔട്ട്പുട്ട് ഡാറ്റ ഇല്ലാതെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ട്രെയിൻ ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, അൺസൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കൊരു സ്പെസിഫിക് ആയിട്ടൊരു ടാർഗറ്റ് കോളം ഉണ്ടാവില്ല. ഓക്കെ, സോ അങ്ങനത്തെ കേസസിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇത്, ഈ ഒരു അൺസൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത്. ഒരു അൺലേബിൾഡ് ഡാറ്റ അല്ലെങ്കിൽ ഒരു ലേബിൾഡ് ഔട്ട്പുട്ട് ഇല്ല എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, നമുക്ക് ഇൻപുട്ട് ഫീച്ചേഴ്സ് മാത്രമായിരിക്കും ഉണ്ടാവുക. അതേപോലെ തന്നെ എന്താണ്, ടാർഗറ്റ് ലേബിൾസ് അല്ലെങ്കിൽ പ്രിഡിക്റ്റ് ചെയ്യാനുള്ള ആ ഒരു ടാർഗറ്റ് ലേബിൾസ് അവിടെ ഉണ്ടാവില്ല. സോ അങ്ങനത്തെ കേസസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന അൽഗോരിതംസ് ആണ് അൺസൂപ്പർവൈസ്ഡ് അൽഗോരിതം എന്ന് പറയുന്നത്. അതും കൂടി പോയിന്റ് ഔട്ട് ചെയ്യുന്നുണ്ട്. ദ ഡാറ്റ സെറ്റ് ഓൺലി ഹാസ് ഇൻപുട്ട് ഫീച്ചേഴ്സ്. ഓക്കെ, ഇൻപുട്ട് ഫീച്ചേഴ്സ്, അതായത് നമ്മൾ എക്സും വൈയും സ്പ്ലിറ്റ് ചെയ്യുന്നതിൽ എക്സ് മാത്രമേ ഉണ്ടാവുള്ളൂ, വൈ ഇല്ലാത്ത കേസ്. ഓക്കെ, സോ there are no target labels. അതായത് ടാർഗറ്റ് ലേബിൾസ് ഉണ്ടാവില്ല, വൈ ഉണ്ടാവില്ല പ്രിഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ടു പ്രിഡിക്റ്റ്. ഓക്കെ, സോ അങ്ങനത്തെ കേസസിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യേണ്ടി വരും, അൺസൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് യൂസ് ചെയ്യേണ്ടി വരും. ഇവിടെ എന്താ ബിഹൈൻഡിൽ നടക്കാന്ന് വെച്ചാൽ ഹിഡൻ പാറ്റേൺസ് അല്ലെങ്കിൽ ആ ഒരു ഡാറ്റേന്റെ സ്ട്രക്ചർ വെച്ചിട്ട് ഗ്രൂപ്പിംഗ് അല്ലെങ്കിൽ ആ ഒരു ഡാറ്റയിൽ അടങ്ങിയിരിക്കുന്ന ഗ്രൂപ്പിംഗ്, ആ ഒരു ഡാറ്റ സിമിലർ പാറ്റേൺസ് ഏതൊക്കെയാണ് അല്ലെങ്കിൽ ആ ഒരു ഡാറ്റേന്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്നൊക്കെ ആയിരിക്കും അവിടെ മെയിൻ ആയിട്ട് നമ്മുടെ മോഡൽ പഠിക്കുന്നത്. ഓക്കെ, ദ മോഡൽ tries to find hidden patterns അല്ലെങ്കിൽ ഗ്രൂപ്പ്സ് എന്നാണെങ്കിൽ പറയാം, ഹിഡൻ പാറ്റേൺസ്, ഗ്രൂപ്പ്സ് ഓർ സ്ട്രക്ചേഴ്സ് in the data on its own. ഓക്കെ, സോ ഓൺ ആയിട്ട് തന്നെ ആ ഒരു ഡാറ്റയിലുള്ള ഹിഡൻ പാറ്റേൺസ് അല്ലെങ്കിൽ ആ ഒരു ഡാറ്റേന്റെ സ്ട്രക്ചർ കാര്യങ്ങളൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അല്ലെങ്കിൽ സൂപ്പർവൈസ്ഡും അൺസൂപ്പർവൈസ്ഡും തമ്മിലുള്ള ഡിഫറൻസ് പറയുവാണെങ്കിൽ ഇത് തന്നെയാണ്. ഫസ്റ്റ് എന്താണ്, സൂപ്പർവൈസ്ഡിന് എന്താണ്, ലേബിൾഡ് ഉണ്ടാവും, ലേബിൾഡ് ഡാറ്റ അല്ലെങ്കിൽ എക്സും വൈയും പ്രോപ്പർ ആയിട്ട് ഉണ്ടാവും. അൺസൂപ്പർവൈസ്ഡ് ആണെങ്കിൽ ഓൺലി എന്തുണ്ടാവുള്ളൂ, ലേബിൾഡ് ഡാറ്റ മാത്രമേ ഉണ്ടാവുള്ളൂ, അതായത് എക്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവിടെ നമ്മൾ എന്താണ്, അതേപോലെ സൂപ്പർവൈസ്ഡിൽ നമ്മൾ എന്തായിരുന്നു, നമ്മുടെ ഗോൾഡ് അല്ല ഗോൾ. ഓക്കെ, സൂപ്പർവൈസ്ഡിലെ നമ്മുടെ ഗോൾ എന്ന് പറയുന്നത് എന്താണ്, ഒരു ടാർഗറ്റ് വേരിയബിൾ ഇതർ ക്ലാസിഫിക്കേഷൻ ആയിരിക്കാം അല്ലെങ്കിൽ റിഗ്രഷൻ ആയിരിക്കാം. ആ ഡാറ്റേന്റെ ബേസ് അല്ലെങ്കിൽ ആ ഒരു ഡാറ്റ സെറ്റിന്റെ സ്ട്രക്ചർ അനുസരിച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ ഒരു ടാർഗറ്റ് കോളം ഉണ്ടായിരുന്നു. സോ അത് ബേസ് ചെയ്തിട്ട് നമുക്ക് പ്രിഡിക്ഷൻസ് അൽഗോരിതംസ് ഇംപ്ലിമെന്റ് ചെയ്തിട്ട് പ്രിഡിക്ഷൻസ് കണ്ടുപിടിച്ചാൽ മതിയായിരുന്നു. ബട്ട് അൺസൂപ്പർവൈസ്ഡ് വരുമ്പോൾ അവിടുത്തെ പാറ്റേൺസ്, ഇവിടുത്തെ മെയിൻ ഗോൾ എന്താന്ന് വെച്ചാൽ എന്താണ്, ഫൈൻഡ് പാറ്റേൺസ്, അതേപോലെ ക്ലസ്റ്റേഴ്സ്, ഒരേപോലത്തെ ഡാറ്റേനെ എന്ത് ചെയ്യും, ഗ്രൂപ്പിംഗ് ചെയ്യും, അല്ലെങ്കിൽ ഡയമെൻഷനാലിറ്റി റെഡ്യൂസ് ചെയ്യുവാണ് ചെയ്യുന്നത്, റെഡ്യൂസ് ഡയമെൻഷൻ. ഇതൊക്കെയാണ് ഇവിടെ മെയിൻ ആയിട്ട് നടക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താണ്, സൂപ്പർവൈസ്ഡ് ലേണിംഗിലാണെങ്കിൽ പ്രിഡിക്ഷൻ, ഒരു സാലറി ഗിവൺ എക്സ്പീരിയൻസ് ഒക്കെ നമുക്കാണെങ്കിൽ എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. ഇവിടെ പറയുമ്പോൾ എന്താ പറയുക, കസ്റ്റമേഴ്സിന്റെ ഷോപ്പിംഗ് ഹാബിറ്റ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കാണെങ്കിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അതായത് ഗ്രൂപ്പ് കസ്റ്റമേഴ്സ് based on ഷോപ്പിംഗ് ഹാബിറ്റ്. ചില കസ്റ്റമേഴ്സിന് അതിൻ്റെതായ ഹാബിറ്റുകൾ ഉണ്ടാവുമല്ലോ, സോ അത് വെച്ചിട്ട് ഗ്രൂപ്പിംഗ്, നമ്മുടെ കയ്യിൽ ഒരു സെറ്റ് ഓഫ് ഡാറ്റ ഉണ്ടാവും, സോ അത് വെച്ചിട്ട് ഗ്രൂപ്പ് ചെയ്തിട്ട് എടുക്കലാണ് ഇവിടെ ചെയ്യുന്നത്. സോ കസ്റ്റമേഴ്സിന്റെ ഹാബിറ്റ് അനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. സോ പ്രൊഡക്ട്സ് കൂടുതൽ വെക്കാൻ പറ്റും, കൂടുതൽ കസ്റ്റമേഴ്സ് വരുന്നത് ആ ഒരു പാറ്റേൺ അനുസരിച്ചിട്ട് നമുക്ക് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റും. സോ ഇതൊക്കെയാണ് ഞാനിപ്പോൾ അൺസൂപ്പർവൈസ്ഡിന് എക്സാമ്പിൾസ് ആയിട്ട് പറയുന്നത്. ബാക്കി ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. സോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക, ക്ലാസിഫിക്കേഷൻ ഇംപ്ലിമെന്റ് ചെയ്തതിന് ശേഷം പറയാം കേട്ടോ. താങ്ക് യു.